പട്ടണത്തിൽ നിന്നുള്ള ഫുട്ടേജുകളിൽ പ്രതിഷേധക്കാർ ഹമാസ് ഭരണം താഴെയിറക്കുക, മുസ്ലിം ബ്രദർഹുഡ് ഭരണം തുലയട്ടെ എന്ന് ആക്രോശിക്കുന്നത് വ്യക്തമാണ്. ഒരു വർഷം മുൻപ് ഫലസ്തീൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും എതിരാളികളെ അക്രമാസക്തമായി പുറത്താക്കുകയും ചെയ്ത ശേഷം 2007 മുതൽ ഗസയിലെ ഏക ഭരണാധികാരിയാണ് ഹമാസ്. യുദ്ധത്തിന് വളരെ മുമ്പ് തന്നെ ഹമാസിനെതിരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രതികാര നടപടികളെ ഭയന്ന് അതിൽ ഭൂരിഭാഗവും മറിഞ്ഞിരുന്നു. ഗസയിൽ നിന്നുള്ള മുഹമ്മദ് അൽ നജാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: ക്ഷമിക്കണം, പക്ഷേ ഹമാസ് യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് പന്തയം വെക്കുന്നത്? അവർ നമ്മുടെ രക്തത്തിന്മേലാണ് പന്തയം വെക്കുന്നത്. ലോകം മുഴുവൻ വെറും സഖ്യങ്ങളായി കാണുന്ന രക്തം. ഹമാസ് പോലും ഞങ്ങളെ എണ്ണമായി കണക്കാക്കുന്നു. ഇറങ്ങി വരൂ, ഞങ്ങളുടെ മുറിവുകൾക്ക് ചികിത്സ നൽകാം, അദ്ദേഹം പറയുന്നുണ്ട്. ലോകമാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയ സംഭവം പതിവ് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഹമാസിനെ പോരാളികളായും വിപ്ലവകാരികളായും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും ഒക്കെയായി ചിത്രീകരിക്കുന്ന ഇന്നാട്ടിലെ കപട മാനവികവാദികൾ ഈ ദൃശ്യങ്ങൾ കാണിക്കില്ല എന്ന് ഉറപ്പാണ്. ഇതോടെ ആരാണ് ഗസയുടെ ശത്രു എന്ന ചോദ്യമുയർത്തി സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിൻ സജീവമാണ്. അത് ഇസ്രായേൽ അല്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഐഡിയോളജിയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഹമാസുമാണെന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഗസയിലേക്ക് വെള്ളം, വൈദ്യുതി, മരുന്ന്, തൊഴിൽ എന്നിവയെല്ലാം നൽകുന്നത് ഇസ്രായേലാണ്. 17 കൊല്ലത്തോളം ഭരണത്തിലിരുന്നിട്ടും രാജ്യത്തിനാകമാനം തുരങ്കങ്ങൾ ഉണ്ടാക്കിയും സാധാരണക്കാരെ മനുഷ്യകവചങ്ങളാക്കി മരണത്തിന് വിട്ടുകൊടുത്തതുമാണ് ഹമാസിന്റെ ഏക സംഭാവന.